എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തിലാണ്. കാരണം അവന്റെ കൂടെയുള്ള സ്റ്റുഡൻസിന് ആർക്കും തന്നെ ഇപ്പോൾ ഒരു പോയിന്റ് പോലും ഇല്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സ്റ്റുഡൻസിനാണെങ്കിൽ അതിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ അവരെല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് ഹായായിട്ട് കുളിക്കാൻ തുടങ്ങും. അവരുടെ ആരുടെ മുഖത്ത് ഇപ്പൊ പ്രത്യേകിച്ച് ടെൻഷനോ വിഷമോ ഒന്നും കാണില്ല. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇത് മാത്രമല്ല, അവരിപ്പോ പഴയതുപോലല്ല. എല്ലാവരും ഓരോ ചെറിയ ചെറിയ ടീമൊക്കെ ആയിട്ടാണ് ചെയ്യുന്നതും സ്വിം ചെയ്യുന്നതും ഹാങ് ഔട്ട് ചെയ്യുന്നതും ഒക്കെ തന്നെ. ഹീറോ ആണെങ്കിൽ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് മാറി നിൽക്കും. അവൻ ഒരുപാട് നേരമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്നത് കണ്ട് നമ്മുടെ ഹീറോയിൻ അവളാണെങ്കിൽ സ്ട്രെയിറ്റ് ഹീറോയുടെ അടുത്തേക്ക് നടന്നു വരും. അവളൊരു ഹായ് ഒക്കെ പറഞ്ഞ് അവന്റെ അടുത്ത് വന്നിരിക്കും. എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിനവൻ പറയും, നമ്മുടെ ക്ലാസിന്റെ അവസ്ഥ അതിപ്പോ വളരെ വേഴ്സ്റ്റ് ആണ്. പക്ഷെ നീ അങ്ങോട്ട് നോക്ക്, സ്റ്റുഡൻസിന്റെ ആരുടെയും മുഖത്ത് യാതൊരു സാഡും കാണാനില്ല. അവരിപ്പോഴും ഓക്കെയാണ്. സംഭവിച്ചതിൻ്റെയും സംഭവിക്കാൻ പോകുന്നതിൻ്റെയും സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ അവരുടെ ടീച്ചർ അവർ ABCD എന്നിങ്ങനെ 4 ഡിവിഷൻസ് ബോർഡിൽ എഴുതും. അതിനുശേഷം സ്റ്റുഡൻസിനോട് പറയും, ആക്ച്വലി നിങ്ങളാണ് ഇതിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ്. നിങ്ങൾ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ ഓവറോൾ ഓരോ ക്ലാസ്സിനും കിട്ടുന്ന മാർക്സിൽ നിങ്ങളാണ് ഏറ്റവും ലോസ്റ്റ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വെറും 0 പോയിന്റ്സ് ആണ്. നിങ്ങളുടെ ക്ലാസ്സിനും ഇൻഡിവിജ്വൽ ആയിട്ടും നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് ആണ് 0. പക്ഷെ ബാക്കിയുള്ള ക്ലാസ്സുകൾക്കെല്ലാം തന്നെ നല്ല പോയിന്റ്സ് ഉണ്ട്. ടീച്ചർ ദേഷ്യപ്പെട്ട് പറയും, എന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് 0 മാർക്ക് കിട്ടിയ ഒരു ക്ലാസ്സിന് ഞാൻ കാണുന്നത്. ക്ലാസ് Aക്ക് 900 എബോ മാർക്കുണ്ട്. ഇതുവരെ ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ആരും തന്നെ 0 എടുത്തിട്ടില്ല. ചരിത്രം മാറ്റിക്കുറിച്ച് നിങ്ങളത് നേടി. ഇതിൽ നിങ്ങൾക്ക് മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. ഇനി വരാൻ പോകുന്ന മിഡ് ടൈം എക്സാമിൽ നിങ്ങൾ ആരെങ്കിലും ഫെയിലായ ഓൺ ദ സ്പോട്ട് അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിനെ ഇപ്പൊ ആർക്കും ഇഷ്ടമല്ല. ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് എല്ലാവർക്കും. സോ മിഡ് ടൈം എക്സാമിൽ ആര് തോക്കുന്നോ പഠിത്തം അവസാനിപ്പിച്ച് സ്കൂളിന് പുറത്തേക്ക് പോവേണ്ടി വരും. ഉടനെ ഹിനട്ടാന്ന് പേരുള്ള ഒരു പയ്യൻ അവൻ ടെൻഷനായിട്ട് എഴുന്നേറ്റ് നിൽക്കും. പ്ലീസ് ടീച്ചർ, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. എങ്ങനെയാണ് പോയിന്റ് ഗെയിൻ ചെയ്യാൻ പറ്റുക എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഉടനെ ടീച്ചർ പറയും, ആക്ച്വലി അത് കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. എങ്ങനെ പോയിന്റ്സ് കൂട്ടാം, ആ ടാറ്റിക്സ് അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഒരു അഡ്വൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഞാൻ നിങ്ങളുടെ ടീച്ചറാണ്. ഇനിയെങ്കിലും ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് കൂടുതൽ പോയിന്റ്സ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് ഉള്ള D പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് C പൊസിഷനിലേക്ക് മാറാനായിട്ട് കഴിയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. ആക്ച്വലി ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങളാണ് നമ്മുടെ ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരതെല്ലാം ഹീറോയിനോട് പറയും. ഉടനെ ഹീറോയിൻ അവന്റെ ഷോൾഡറിൽ തട്ടി, ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും പോയിന്റ് ഗെയിൻ ചെയ്തേ പറ്റൂ. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹീറോയുടെ ബോഡിയിലേക്ക് നോക്കും. നീ ആക്ച്വലി എന്തെങ്കിലും സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? നിന്റെ ബോഡി അത്യാവശ്യം നല്ല ഫിറ്റാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കുഷീന അവളാണെങ്കിൽ ഹീറോയിനെയും ഹീറോയെ ഒരുമിച്ച് കണ്ട് അവരുടെ അടുത്തേക്ക് വരും. അവൾ നമ്മുടെ ആൾക്കാർ രണ്ടുപേരെയും സ്വിം ചെയ്യാനായിട്ട് വിളിക്കും. പക്ഷേ ഹീറോയിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവൾ അപ്പൊ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോവും. മറ്റൊരു ഭാഗത്ത് ഹിരട്ട അവൻ ബോയ്സിനോട് എല്ലാവരോടും ഇനിയും ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഉടനെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിനി ഒരു പോയിന്റ്സ് ഉണ്ടാവില്ല എന്ന് പറയും. സോ നമ്മൾ എല്ലാവരും ചേർന്ന് ഇന്നു മുതൽ ഒരുമിച്ച് പഠിക്കണം. ഒരു ചെമ്പമുടിയനാണെങ്കിൽ അവൻ പറയുന്ന ഒന്നും ഒട്ടും ഇഷ്ടപ്പെടാതെ അവനെ തള്ളി മാറ്റി അവിടുന്ന് കടന്നു പോകും. അപ്പൊ ദൂരത്തായിട്ട് ഈ കാര്യങ്ങളെല്ലാം ആ സ്കൂൾ ലീഡർ ആളങ്ങനെ വാച്ച് ചെയ്ത് നോക്കി നിൽക്കും. ആ ലീഡർ ആണെങ്കിൽ ക്ലാസ് എയിലുണ്ടായിരുന്ന 2 സ്റ്റുഡൻസിനെ അവിടേക്ക് വിളിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒറ്റ പൈസ ഇല്ല. അവർ പരസ്പരം കടമൊക്കെ ചോദിച്ച് ഇവരുടെ തൽക്കാല ആവശ്യങ്ങളൊക്കെ നിറവേറ്റും. ഹീറോയിൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. നിന്റെ കയ്യിൽ പണമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം, നിനക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞ് അവനെ റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഹീറോയുടെ അടുത്ത് 82,200 സംതിങ് പോയിന്റ് ഉള്ള കാര്യം അവൾക്ക് അറിയില്ല. ഹീറോ ആണെങ്കിൽ അവള് മേടിച്ചു കൊടുത്ത ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഹായ് ആയിട്ട് റിലാക്സ് ചെയ്ത് അവളെ നോക്കിയിരിക്കും. ഉടനെ അവള് പറയും, നമ്മുടെ ക്ലാസ് മിഡ് ടൈം എക്സാമിൽ ജയിച്ച് പോയിന്റ്സ് കളക്ട് ചെയ്യണമെങ്കിൽ നീ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണം. അത് മറ്റൊന്നുമല്ല, ക്ലാസ്സിലുള്ള എല്ലാവരും ഇപ്പോൾ ഓരോരോ ചെറിയ ഗ്രൂപ്പായിട്ട് പഠിക്കാൻ തയ്യാറാണ്. 3 പേര്, വെറും 3 പേര് മാത്രം അതിനൊന്നും തയ്യാറാവാതെ മാറി നിൽക്കുന്നു. സൂഡോയും അവന്റെ ഫ്രണ്ട്സും അവരാണ് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത്. സോ എങ്ങനെയെങ്കിലും നീ അവരെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ടീമിൽ ചേർത്ത് അവരെയും പഠിപ്പിക്കണം. അതാണ് നീ ചെയ്യേണ്ട ഹെൽപ്പ്. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയി പോകും. നീ എന്താ ഈ പറയണേ?
അവരെ ഞാൻ ഉപദേശിക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞ അവർ കേൾക്കില്ല. ഉറപ്പായാലും അവരുടെ അടുത്തേക്ക് ചെന്നാ അവരെന്നെ എടുത്തിട്ടിടിക്കും. അതിന് നമ്മുടെ പെണ്ണ്, ഓ പിന്നെന്തിനാ ഞാൻ വാങ്ങി തന്ന ഫുഡ് അത് നീ വലിച്ചു വാരി തിന്നത്? ഞാൻ നിനക്ക് ഫുഡ് വാങ്ങി തന്നത് ഈ ഒരു ഫേവർ ചെയ്യാനാണ്. അത് ചെയ്യാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ നീ ആദ്യമേ ആ ഫുഡ് കഴിക്കാൻ പാടില്ലായിരുന്നു. സോ ഞാൻ വാങ്ങി തന്ന ഫുഡ് കഴിച്ച സ്ഥിതിക്ക് നിനക്ക് വേറെ വഴിയില്ല. ഉറപ്പായാലും നീ ഇത് ചെയ്തേ പറ്റൂ. മാത്രമല്ല നീ കുഷീന അവളെ സന്തോഷിപ്പിക്കാൻ എന്നെ പറ്റിച്ച് കോഫി ഷോപ്പിലേക്ക് കൊണ്ടുപോയില്ലേ? സോ ഇതിനെല്ലാം പകരമായിട്ട് ഈ ഒരു ഫേവർ നീ എനിക്ക് ചെയ്ത് തന്നേ പറ്റൂ. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവനിപ്പോ നിസ്സഹായനായി അവരുടെ അടുത്തേക്ക് വരും. അവൻ അവരുടെ കാലിൽ വീണ് ബെഗ് ചെയ്യും. അവരാണെങ്കിൽ ഹീറോയെ മൈൻഡ് ചെയ്യില്ല. ആ ചെമ്പമുടിയൻ ഹീറോയുടെ കോളറിൽ പിടിച്ച് വലിച്ച്, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഉപദേശിക്കാൻ വരും. ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്ന സമയത്ത് നീ പോയി എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞ് ഹീറോയെ തള്ളിയിട്ട് അവർ കടന്നു പോകും. അവൻ നിരാശനായി ഇപ്പൊ റൂമിൽ വന്ന് കിടക്കും. ഒരുപാട് നേരം ഉറക്കമില്ലാതെ അവൻ ചിന്തിക്കും, എങ്ങനെയെങ്കിലും അവരെ കൺവിൻസ് ചെയ്തേ പറ്റൂ. അതിനെന്താ ഒരു വഴി എന്ന് ആലോചിക്കുമ്പോഴായിരിക്കും കുഷീനെ കുറിച്ച് ഓർമ്മ വരിക. കുഷീനയാണെങ്കിൽ ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസുമായിട്ട് നല്ല കമ്പനിയാണ്. സോ അവളുടെ ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ വളരെ ഈസിയായി അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അവനാണെങ്കിൽ ഇപ്പൊ ഫോൺ എടുത്ത് അവളുടെ നമ്പർ ചെക്ക് ചെയ്യും. പക്ഷെ ഫോണിലാണെങ്കിൽ അവളുടെ നമ്പർ ഇല്ല. അവനുടനെ റൂം സർവീസിൽ വിളിച്ച് കുഷീനയുടെ നമ്പർ അത് ചോദിച്ചു മേടിക്കും. അവനാണെങ്കിൽ ഇപ്പൊ കുഷീനെ കോണ്ടാക്ട് ചെയ്യും. അതിനുശേഷം അവളോട് പറയും, എനിക്ക് നീ അത്യാവശ്യമായിട്ടൊരു ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിലെ ആ ചെമ്പമുടിയനും അവന്റെ ഫ്രണ്ട്സും അവര് 3 പേര് മാത്രം പഠിക്കാതെ ഉഴപ്പി നടക്കുകയാണ്. ഹീറോയിന് ഞാൻ വാക്ക് കൊടുത്തുപോയി എങ്ങനെയെങ്കിലും അവരെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കാമെന്ന്. സോ നീ എങ്ങനെയെങ്കിലും അവരോട് സംസാരിച്ച് അവരുടെ മനസ്സ് മാറ്റി നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ അതിൽ നീ അവരെ കൂടെ ചേർക്കണം. അവളാണെങ്കിൽ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആവും. കാരണം അവൾക്കും അവരെ കുറച്ച് പേടിയൊക്കെയാണ്. അല്പനേരം ആലോചിച്ച് അവള് പറയും, ഉറപ്പായാലും ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യും. കാരണം അങ്ങനെ ചെയ്താൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ക്ലാസ്സിനും കൂടെ അത് വലിയൊരു പോസിറ്റീവാണ്. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ എനിക്കുള്ളൂ, നിങ്ങളുടെ ടീമിൽ എന്നെ ചേർക്കണം. അതിന് ഹീറോ ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഫോൺ ഡിസ്കണക്ട് ചെയ്യും. ഹീറോ ആണെങ്കിൽ ഉടനെ ഹീറോയിനെ വിളിച്ച് കുഷീനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവളോട് പറയാണ്. ഹീറോയിൻ തീർത്തു പറയും, ഒരു കാരണവശാലും അവൾ ടീമിൽ ചേർക്കാൻ ഞാൻ അനുവദിക്കില്ല. ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവനിപ്പോ വീണ്ടും കുഷീനയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയും. അവള് പറയും, പക്ഷെ അവളാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് എടുക്കും. കുഴപ്പമൊന്നുമില്ല, നിനക്ക് ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞ ഫേവർ അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവളിപ്പോ അവരെ 3 പേരെയും കൺവിൻസ് ചെയ്ത് അവരുടെ ടീമിൽ ചേർക്കും. ഹീറോയിനാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ടും പണിപ്പെട്ടും അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കും. അതിനാ ചെമ്പമുടിയൻ ടെൻഷനായി, എന്നെ കൊണ്ട് പറ്റില്ല ഇതൊന്നും പഠിക്കാൻ, എനിക്കിഷ്ടം ബാസ്കറ്റ് ബോൾ കളിക്കാനാണ്, ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കുഷീനയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് പ്രിൻസസിന്റെ അടുത്തേക്ക് വരും. അവള് പറയും ഹീറോയിന്റെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ ഹീറോയിനോട് പറയും, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട അവർ നമ്മുടെ ടീമിൽ നിൽക്കില്ല. നീ ഇപ്പൊ തന്നെ പോയി അവരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു വായോ, അല്ലെങ്കിൽ ഒരു കാരണവശാലും അവർ ഈ എക്സാമിൽ ജയിക്കില്ല. അതിന് ഹീറോയിൻ ദേഷ്യപ്പെട്ടു പറയും, ഞാൻ ഒരിക്കലും ആരുടെയും കാല് പിടിക്കാൻ പോവില്ല. അഭിപ്രായം പറയാൻ നിന്നെ ഞാൻ ക്ഷണിച്ചില്ല. അത് കേട്ട് ഒരുപാട് വിഷമത്തിൽ അവൾ കരഞ്ഞുകൊണ്ട് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മിഡ് ടൈം എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പൊ നല്ല മാർക്ക് മേടിച്ചിരിക്കുകയാണ്. ആ ചെമ്പമുടിയനും ടീമും അവരെങ്ങനെ ജയിച്ചുവെന്നാണ് യാതൊരു പിടിയില്ലാത്തത്. അവരെങ്ങനെയായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക, അവരെ ജയിക്കാൻ എന്ത് ഘടകമായിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക, ഇതൊക്കെ അറിയണമെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.